NGO യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ധർണാ സമരം നടത്തി. സൂപ്പർ ന്യൂമററി ജോലി ചെയ്യുന്ന ഭിന്നശേഷി ജീവനക്കാരുടെ തസ്തിക ക്രമീകരണം പൂർത്തിയാക്കുക, സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഡ്വാൻസ് അനുവദിക്കുക, സ്ഥലം മാറ്റം മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കേരള NGO യൂണിയൻ ഉന്നയിച്ചു. NGO യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലും സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദയൻ VK ഉദ്ഘാടനം ചെയ്തു. ആ തസ്തികയിൽ ക്രമീകരിച്ച് ആ തസ്തികയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതും ഒരു വലിയ സർവീസ് പ്രശ്നമായി ഈ വിഭാഗം ജീവനക്കാരുടെ നിലനിൽക്കുകയാണ്. നാം അതും ഒരു ഗൗരവമുള്ള വിഷയമെന്ന് ഗവൺമെന്റ് മുമ്പിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ ഭിന്നശേഷി ജീവനക്കാർക്ക് കിട്ടുന്ന കൺവെയൻസ് അലവൻസ് ഇന്ന് പല ഡിപ്പാർട്ട്മെന്റുകളിലും വ്യത്യസ്തമായ രീതിയിലാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊന്ന് ഏകീകരിക്കേണ്ടതുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലും വ്യത്യസ്തമായി കൊടുക്കുന്ന കൺവെയൻസ് അലവൻസ് ഏകീകരിച്ച് ഒരു കൃത്യമായ മാനദണ്ഡം ആ കൺവെയൻസ് അലവൻസിന്റെ കാര്യത്തിനകത്ത് കൊണ്ടുവരണം. ഭിന്നശേഷി ജീവനക്കാർക്ക് ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഡ്വാൻസ് അനുവദിക്കണം. ഇപ്പോ ഭിന്നശേഷി ജീവനക്കാർക്ക് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പലപ്പോഴും വായ്പ എടുക്കുന്നതിന് പ്രത്യേക സർക്കാർ സഹായമൊന്നും കിട്ടുന്നില്ല. അത് മാറ്റിക്കൊണ്ട് ഭിന്നശേഷിയുള്ള ജീവനക്കാർക്ക് ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങാൻ ഗവൺമെന്റ് തന്നെ ബാങ്കുകളെ ഉപയോഗിച്ചോ അല്ലാതെയോ അഡ്വാൻസായി വായ്പ അനുവദിക്കുന്ന ഒരു രീതി കൊണ്ടുവരണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് T. ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KR അനിൽകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിമൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. I4U ന്യൂസ്, ഏറ്റുമാനൂർ.